ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിമിതിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹിതർക്കും ഈ കുമ്പളാംബിക ടൗണിൽ വ്യാപാര വ്യവസായ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു നീറുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്നു. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തെ കുറിച്ചുള്ള ആ പ്രഘോഷവുമായി ഈ പകൽ മധ്യാഹ്ന സമയത്ത് ഈ ടൗണിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാകാം, ഈ നട്ടുച്ച നേരത്ത് ഈ ചൂട് സമയത്ത് ഇവർക്ക് വേറെ ഒരു പണിയുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞങ്ങൾ ഒരു പണിയുമില്ലാത്തവരല്ല, ഒരു പ്രവൃത്തിയിലും ഇടപെടാത്തവരല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സമാധാനം അത് നിങ്ങളും അനുഭവിക്കണം എന്ന താല്പര്യത്തോടുകൂടെയാണ് ഞങ്ങൾ ഈ സുവിശേഷ സത്യവുമായി ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ ഇന്ന് അധിവസിക്കുന്ന ഈ കേരളം വളരെ കലുഷ്യമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ധാർമ്മികമായി വളരെ അധപ്പതിച്ച, സാമൂഹ്യപരമായി വളരെ അധപ്പതിച്ച ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നാം അതറിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ പിതാവിനെ 28 വെട്ടുകൾ വെട്ടി കൊന്നതായും അവൻ സാത്താൻ ആരാധകരായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ കോഴിക്കറി വെച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം അമ്മയുടെ കഴുത്ത്, കോഴിയുടെ കഴുത്തറുക്കുന്നത് പോലെ അറുത്തു കളഞ്ഞ മകനെയും നാം ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. എറണാകുളത്ത് അർദ്ധരാത്രി 12:30 മണിക്ക് പോലീസുകാർക്കെതിരെ മയക്കുമരുന്ന് ലഹരി ഉപയോഗിച്ചിട്ട് പോലീസിന്റെ വാഹനം തല്ലിത്തകർക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും ഒരു യൗവനക്കാരത്തിയായ സ്ത്രീയെയും നാം കാണുകയുണ്ടായി. എന്താണ് ഇതൊക്കെയും വിളിച്ചറിയിക്കുന്നത്? നമ്മുടെ ഈ സമൂഹം ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു. മാതാപിതാക്കൾക്കോ സോഷ്യൽ വർക്ക് ചെയ്യുന്നവർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ രാഷ്ട്രത്തിനോ രാഷ്ട്രീയക്കാർക്കോ പോലീസിനോ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷം സംജാതമായി കൊണ്ടിരിക്കുന്നു. അതാണല്ലോ നമുക്ക് എറണാകുളത്ത് കാണാൻ കഴിഞ്ഞത്. നിയമപാലകരായിരിക്കുന്ന പോലീസിന്റെ വാഹനത്തെ പോലും അർദ്ധരാത്രി സമയത്ത് ഒരു പെൺകുട്ടി അതിന്റെ ഗ്ലാസ് തല്ലി തകർക്കുന്നു. എന്താണ് അവളെ അതിന് പ്രേരിപ്പിക്കുന്ന ചേതോവികാരം? മയക്കുമരുന്ന്, ലഹരി. അത് മാത്രമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആർക്കിതിൽ നിന്ന് ഒരു മോചനം നൽകാൻ കഴിയും? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇല്ലാത്ത പണമുണ്ടാക്കി പഠിക്കുവാൻ അയക്കുന്നു. നാം കോട്ടയത്ത് ഗാന്ധിനഗറിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിനെ കുറിച്ച് കേട്ട് നാം അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? തങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുവാൻ വന്ന ജൂനിയറായ ഒരു ചെറുപ്പക്കാരനെ, 10, 17, 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, 10-20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായ 4-5 കുഞ്ഞുങ്ങൾ ചേർന്ന് കോമ്പസ് കൊണ്ട് അവന്റെ ശരീരം മുഴുവൻ കുത്തിക്കീറുന്നു. അവന്റെ ശരീരത്ത് ഇല്ലാത്ത തേജോവധം ചെയ്യുന്നു. അവനെ ഉപദ്രവിക്കുന്നു. ഭാരമേറിയ ഇരുമ്പ് കട്ടികൾ അവന്റെ മർമ്മസ്ഥാനത്ത് വയ്ക്കുന്നു. എന്താണ് ഈ യൗവന സമൂഹം ഇങ്ങനെ ആയി പോകുന്നത്? എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത്? നമ്മുടെ സമൂഹം ഒരു അരാജകത്വത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വിധ്വംസക ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് രാഷ്ട്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹം ആ നിലയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നിന്റെ അതിപ്രസരം ഇന്നത്തെ കലാലയങ്ങളെ, ഇന്നത്തെ സ്കൂളുകളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പ്രൊഫസർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അധികൃതർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പോലീസിനും രാഷ്ട്രീയക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ വലിയവരാണ്. ഇതിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ ആർക്ക് കഴിയും? ആർക്കാണ് ഈ സമൂഹത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്? അനേക മാതാപിതാക്കൾ ഞങ്ങളെ പോലെയുള്ളവരുടെ അടുക്കൽ കടന്നു വന്ന് നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ മകൻ, മകൾ ഡി അഡിക്ഷൻ സെന്ററിലായിരിക്കുന്നു. അവിടെ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സമയത്ത്, ഒരു നേരത്ത് മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിൽ അവർ അക്രമാസക്തരാകുന്നു. അമ്മയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു, പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു, പിതാവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു.
എന്താണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് ഇതിന് മാറ്റം വരുത്താൻ കഴിയുന്നത്? പണത്തിന് കഴിയുമോ? പണത്തിന് കഴിയില്ല, മതങ്ങൾക്ക് കഴിയില്ല, രാഷ്ട്രീയ ശക്തികൾക്ക് കഴിയില്ല. പിന്നെ ആർക്കാണ് ഇതിന് മാറ്റം വരുത്താൻ കഴിയുന്നത്? മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് ഈ മധ്യാഹ്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂടിനെ വകവയ്ക്കാതെ ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉച്ചസ്ഥലം പറയുന്നത്. ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു ക്രിസ്തു എന്ന നൽകപ്പെട്ട നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശു ഒരു മതം സ്ഥാപിക്കാൻ ഈ ലോകത്തിൽ വന്നിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു വന്നത് ക്രിസ്തു മതം സ്ഥാപിക്കാനല്ല. യേശു ഒരു മതത്തിന്റെയും സ്ഥാപകരല്ല. യേശു മതത്തിന്റെ വക്താവുമല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഒരു മതത്തിന്റെ വക്താവല്ല. ക്രിസ്തു മതം പ്രചരിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഞങ്ങൾ ആരെയും മതം മാറ്റാൻ വന്നവരല്ല. ഞങ്ങളുടെ ഉദ്ദേശം മനം മാറ്റമാണ്. ഈ സമൂഹത്തിന് മാറ്റം വരുത്താൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മതഗ്രന്ഥങ്ങൾക്ക് അത് കഴിയുകയില്ല, സുവിശേഷത്തിന് അത് കഴിയും. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. ഈ ലോകത്തിൽ വന്ന് ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. ആ കല്ലറയുടെ വാതിൽക്കൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നും ഈ മധ്യാഹ്ന സമയത്ത് നിങ്ങളോട് ഈ സുവിശേഷം പറയുവാൻ കടന്നു വരുമായിരുന്നില്ല. എന്താണ് ഞങ്ങളുടെ സുവിശേഷം? 2000 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയ കടലോരങ്ങളിലും യെരൂശലേമിന്റെ തെരുവീതികളിലും ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ആ ശബ്ദം അധ്വാനിക്കുന്ന ജനതയോടായിരുന്നു. ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഘോരഘടോരമായ ഇരുമ്പ് ചങ്ങല കൊണ്ട് ജാതികളെ, രാജ്യങ്ങളെ മെതിച്ചുടച്ച ഒരു റോമ സാമ്രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ലോക ചരിത്രം പഠിക്കുന്നെങ്കിൽ, വേൾഡ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും റോമ സാമ്രാജ്യം എത്രമാത്രം ശക്തമായിരുന്നുവെന്നും അതിന്റെ കഠോര്യം എത്ര വലുതായിരുന്നുവെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെ ആ ഗവൺമെന്റിന്റെ കീഴിൽ അതിന് ടാക്സ് കൊടുക്കുവാൻ വേണ്ടി മാത്രം അധ്വാനിച്ച് വിവശപ്പെട്ടു പോയ ഒരു ജനത പലസ്തീനിൽ ഉണ്ടായിരുന്നു. ആ ജനതയെ നോക്കി യേശു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുവാൻ ആരുപോലുമില്ല എന്ന് ആശ്വാസം നൽകുന്ന ഒരു വ്യക്തിയില്ല. ആശ്വാസം നൽകുന്ന ഒരു വാക്കില്ലാതെ വളരെ ക്ഷീണത്തോടെ, ഭാരത്തോടെ, വേദനയോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജനതയോട് ഒരു വ്യക്തി വിളിച്ചു പറയുന്നു. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ സധൈര്യമായി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, സമാധാനം നൽകാമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ആ വ്യക്തിയുടെ ആ ധൈര്യത്തെയാണ് ഇന്നും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു ഇന്നും മരിച്ചുയർത്തു ജീവിക്കുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വ്യക്തമായി ഇങ്ങനെ പറയുന്നത്, അവനൊരു പേരുണ്ട്, അവന്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. കലുഷ്യമായ ഈ ലോകത്തിൽ, അരാജകത്വം നിറഞ്ഞ ഈ ലോകത്തിൽ, അരാജക രാഷ്ട്രീയവും അരാജക മത വർഗീയവാദികളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ, അതിന്റെ നടുവിൽ സമാധാനം നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ദൈവം, അത് യേശുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിക്കുന്നവരാണ്. യേശു നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവരാണ്. നിങ്ങൾ ഏത് പ്രശ്നത്തിന് അടിമപ്പെട്ടിരിക്കുന്നു? ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുൻപേ മദ്യത്തിന് അടിമയായിരുന്നു. ആ മദ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ഇന്നും പലരും ചോദിക്കുന്നുണ്ടാകാം. ഡി അഡിക്ഷൻ സെന്ററിന് കഴിയുമോ? അവിടെ പോയിട്ട് പിന്നെയും വന്ന് പണ്ടത്തേതിനേക്കാൾ മോശമായ നിലയിലേക്ക് പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ആർക്കാണ് ഇതിൽ നിന്ന് മോചനം നൽകാൻ കഴിയുന്നത്? ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുകയാണ്. ഈ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. യേശു വ്യക്തമായി വിളിച്ചു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ
നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ത്യ രാഷ്ട്രീയപരമായി സ്വാതന്ത്ര്യം പ്രാപിച്ച് 78 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. നാം അഭിമാനിക്കുന്നു. ആഗസ്റ്റ് 15-ാം തീയതി നാം പറ്റുന്നിടത്തൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നു. ഘോരം സ്വാതന്ത്ര്യത്തിന്റെ ആമേൻ ശ്രേഷ്ഠതയെ കുറിച്ച് പ്രസംഗിക്കുന്നു. എന്നാൽ ആത്മാർത്ഥമായി സ്വന്തം ഹൃദയത്തോട് ചോദിക്കുക, ആർ യു ഫ്രീ? നീ സ്വതന്ത്രനാണോ? നീ സ്വതന്ത്രനാണോ? നിന്നോട് തന്നെ ചോദിക്കുക. മദ്യപാനത്തിന് നീ അടിമപ്പെട്ടിരിക്കുന്നെങ്കിൽ, മയക്കുമരുന്നിന് നീ അടിമപ്പെട്ടിരിക്കുന്നെങ്കിൽ, പാപസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം ചൊല്ലിയത്, അസത് ഓമസദ്ഗമയ തമസോമത് ജ്യോതിർഗമയ മൃത്യോമത് അമൃതം ഗമയ. അവർ 3 കാര്യങ്ങളാണ് ഈശ്വരനോട് അപേക്ഷിച്ചത്. എന്താണ് അവർ ഈശ്വരനോട് അപേക്ഷിച്ചത്? അസത് ഓമത് ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് ആനയിക്കണമേ. അവർ പരോക്ഷമായി സമ്മതിക്കുകയാണ്, ഞങ്ങൾ ആയിരിക്കുന്നത് അസത്യത്തിലാണ്. ഇന്നത്തെ ഈ സമൂഹം ആയിരിക്കുന്നത് അസത്യത്തിലാണ്. പലതര അസത്യങ്ങളിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അസത്യം എത്ര ഉയർന്നു നിന്നാലും, എത്ര പ്രാവശ്യം അസത്യങ്ങൾ വിളിച്ചു കൂവിയാലും അസത്യങ്ങൾ സത്യമാകുകയില്ല. സത്യം ഒന്നേ ഉള്ളൂ. സത്യത്തെ യഥാർത്ഥമായി നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ സത്യത്തിന്റെ സ്വരൂപം മനസ്സിലാക്കിയുള്ളൂ. സത്യത്തിന്റെ സ്വരൂപം എന്തെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിൽ നിന്ന് അറിയുകയാൽ സത്യത്തിന്റെ സ്വരൂപം ലഭിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഈ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞത് അസത് ഓം അസദ്ഗമയ. അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരണമേ. അപ്പോൾ അവർ പരോക്ഷമായി സമ്മതിക്കുകയാണ്, ഞങ്ങളായിരിക്കുന്നത് അസത്യത്തിലാണ്. അസത്യത്തെ വിളംബരം ചെയ്യുന്ന മതഗ്രന്ഥങ്ങൾ, അസത്യത്തെ വിളിച്ചു പറയുന്ന രാഷ്ട്രീയ കോമരങ്ങൾ, ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അസത് ഓം അസദ്ഗമയ, എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൊണ്ടുവരണമേ. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. സത്യമായി ലോകത്തിലേക്ക് വന്നവൻ. യേശു പറഞ്ഞ ഓരോ വാക്കുകളുടെ മുമ്പിൽ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വേർലി വേർലി ഐ സേ ടു യു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു അവതാര പുരുഷരേ ഉള്ളൂ, അത് യേശുവാണ്. സത്യം വിളിച്ചു പറഞ്ഞവൻ, സത്യത്തിന് സാക്ഷിയായി നിന്നവൻ, സത്യത്തിന് സാക്ഷിയായി നിൽപ്പാൻ ഈ ലോകത്തിൽ ജനിച്ചവൻ. ആ സത്യം നിമിത്തം ആ യേശു ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ആ യേശുവിന്റെ കല്ലറകളെ തുറന്നുകൊണ്ട് യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നത് സത്യമാണ്. യേശുവിന്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നത് അതിന്റെ വെളിപ്പെടുത്തലാണ്. ആയതുകൊണ്ട് സത്യമറിയുവാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ സത്യത്തിലേക്ക്, സുവിശേഷത്തിന്റെ സത്യത്തിലേക്ക്, ജീവന്റെ സത്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് അവർ വിളിച്ചു പറഞ്ഞത് ഇതാണ്, തമസോ മജ്ജോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. അവർ പരോക്ഷമായി സമ്മതിക്കുകയാണ്, ഞങ്ങൾ ഇരുട്ടിലിരിക്കുകയാണ്. എന്താണ് ഇരുട്ട്? പാപം ഇരുട്ടാണ്, ശാപം ഇരുട്ടാണ്, മത തീവ്രവാദം ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടണമെങ്കിൽ വെളിച്ചമായിരിക്കുന്ന യേശുവിലേക്ക് കടന്നു വരണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് വിളിച്ചു പറയുവാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശുവാണ്. ഇന്നും ആർക്കും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത സത്യം, വെളിച്ചം യേശുവാണ്. ഈ രാജ്യം ഒരു കാലത്ത് അന്ധകാരത്തിലിരുന്ന രാജ്യമാണ്. പ്രത്യേകാൽ നമ്മുടെ ഈ കേരള സമൂഹം അന്ധകാരത്തിലിരുന്ന ഒരു സമൂഹമാണ്. ആയതുകൊണ്ടാണ് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സ്വാമി വിവേകാനന്ദൻ എന്ന പുണ്യ വ്യക്തി ഈ കേരളത്തിലേക്ക് സന്ദർശനത്തിനായി കടന്നു വരുമ്പോൾ അദ്ദേഹം ഈ കേരളത്തിന്റെ ജാതി വ്യവസ്ഥയെ കണ്ടിട്ട്, ഇവിടുത്തെ ഉച്ച നീചത്വങ്ങൾ കണ്ടിട്ട്, ഇവിടുത്തെ വരേണ്യവർഗം ഇവിടുത്തെ ദളിത വർഗത്തോട് കാണിക്കുന്ന വിവേചനം കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് ഭ്രാന്താലയമാണ്, ഇത് കേരളമല്ല, ഇത് ഭ്രാന്താലയമാണ്. എന്ത് ഭ്രാന്ത്? മതത്തിന്റെ ഭ്രാന്ത്, ജാതിയുടെ ഭ്രാന്ത്. അവർ ഇരുട്ടിലിരിക്കുകയാ.
താണ് സമൂഹത്തെ മാറുമറയ്ക്കാൻ സമ്മതിച്ചിരുന്നില്ല. അവർക്ക് മുലക്കരമേർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഓരോന്നിനും അവർക്ക് കരമേർപ്പെടുത്തിയിരുന്നു. 100 വർഷം പുറകോട്ടുള്ള ഇന്ത്യയുടെ ചരിത്രം എന്ന് പരിശോധിച്ചു നോക്ക. വളരെ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ, അരാജകത്വം നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു ഇത്. താണജാതിക്കാർക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പാടുന്നത്: തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലോ ജാതികോമരങ്ങൾ എന്ന് കവി പാടിയത്. ഇന്നും ചിലയിടങ്ങളിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. തൊട്ടുകൂടാത്തവരും, തീണ്ടിക്കൂടാത്തവരും, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരും, കെട്ടില്ലാത്തവരും, തമ്മിലുണ്ണാത്തവരും ഒക്കെ ഇന്നുമുണ്ട്. എന്നാൽ ഇതിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം സമൂഹത്തിനുണ്ടായി. സമൂഹത്തിന് വിവരം വെച്ചു. എവിടെ നിന്നാണ് ഇതുണ്ടായത്? ആരാണ് ഇതുണ്ടാക്കിയത്? ഇവിടെ കടന്നു വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇതുണ്ടാക്കിയത്. വിദ്യാഭ്യാസം എവിടെയുണ്ടോ അവിടെ മാറ്റമുണ്ടാകും. ഇന്നും വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പോയി നോക്ക്. അവിടുത്തെ സിറ്റികൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് പോയി നോക്ക്. വിദ്യാഭ്യാസമില്ലായ്മയുടെ അരാജകത്വം എന്താണെന്ന്, അതിന്റെ അന്ധകാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ഇതിന് മാറ്റം വരുത്തുന്നത്? വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ക്രിസ്തീയ മിഷണറിമാരാണ്. അവർക്കാണ് ഇവിടെ എഴുത്തും വായനയും കൊണ്ടുവന്നത്. അവരാണ്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇവിടെ അച്ചടി കണ്ടുപിടിച്ചത്. മലയാളത്തിൽ ആദ്യമായി വിവർത്തനം ചെയ്യുകയും അച്ചടിക്കുകയും ചെയ്തത് ബൈബിളാണ്. ഈ സുവിശേഷ സത്യത്തിന് ഇരുട്ടിനെ മാറ്റാൻ കഴിയും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശുവാണ്. ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. ഏതാണ് ആ വെളിച്ചം? ഏത് മനുഷ്യനെയും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന സത്യവെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം സുവിശേഷത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം യേശുവിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമതവർ വിളിച്ചു പറഞ്ഞു, മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ഇന്ന് മരിക്കാതിരിക്കണമെങ്കിൽ ഒന്നേ ചെയ്യാനുള്ളൂ, ജനിക്കാതിരിക്കണം. ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം മരിക്കണം. മരണം സകല മനുഷ്യരിലും വ്യാപരിച്ചിരിക്കുക. മരണത്തെ ഒന്ന് മാറ്റി നിർത്താൻ ഈ സമൂഹം പരിശ്രമം ആരംഭിച്ചിട്ട്, ഈ ലോകം ശാസ്ത്രീയമായി പരിശ്രമം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇന്നും കോടിക്കണക്കിന് $1 മില്യൺ ചിലവാക്കി ചിലർ തങ്ങളുടെ ശരീരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ വിചാരിക്കുന്നു ശാസ്ത്രം എന്തെങ്കിലും പുരോഗതി കൈവരിക്കും, ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ പുരോഗതി കൈവരിക്കും. അപ്പോൾ മരണത്തെ ഒന്ന് മാറ്റാൻ പറ്റും. അന്ന് മരണത്തെ ജയിക്കാൻ പറ്റുമെങ്കിൽ അന്ന് എന്റെ ശരീരം ജീവിപ്പിക്കപ്പെടണം. അതിനു വേണ്ടിയാണ്. എന്നാൽ ഇത്രയും പണം മുടക്കൊന്നുമില്ലാതെ നിസാരമായി ഞാൻ നിങ്ങളോട് പറയാം, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് യേശു പറഞ്ഞു. കാരണം യേശു അത് പറയാൻ കാരണം, മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉലകമഹാന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഒരേ ഒരു കല്ലറ ഇന്ന് ലോകത്ത് തുറക്കപ്പെട്ടിട്ടുള്ളൂ. ആ തുറക്കപ്പെട്ട കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് പുലർകാലത്തിൽ ആ കല്ലറയ്ക്കലേക്ക് ചെന്ന സ്ത്രീകൾ കാണുന്നത്, അവിടെ ഒരു കല്ല് പുരട്ടി നീക്കിയിട്ട് ആ കല്ലിന്മേൽ ഒരു ഇരുന്നിരുന്നു. അത് സ്വർഗീയ ദൂതനായിരുന്നു. അവനെ വെച്ചത് എവിടെ? അവനെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ആ പുരുഷൻ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷ സത്യവുമായി ഈ മധ്യാഹ്ന സമയത്ത്, ഈ നട്ടുച്ച നേരത്ത്, ഈ ടൗണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സുവിശേഷം പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശു ഉയർത്തിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. എന്താണ് ധൈര്യം? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു മനുഷ്യന്റെ ജീവിതം.
മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങൾ ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ഒരുപക്ഷെ നിരീശ്വരവാദിയാകട്ടെ, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തുമാകട്ടെ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ഇതൊന്നും വിഷയമല്ല. നിങ്ങളെ മരണം സന്ധിക്കുന്ന ഒരു ദിവസമുണ്ട്. മരണത്തിൽ നിന്ന് ഓടിമറയുവാൻ ആർക്കും കഴിയില്ല. ഏത് സാഹചര്യത്തിലും മരണം നിങ്ങളെ മാടി വിളിക്കാം. മരണത്തിന് എക്സ്ക്യൂസ് ഇല്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. 23 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി, അവളുടെ സഹോദരിയുടെ വിവാഹ ദിവസം അവൾ നൃത്തം ചെയ്ത് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ പിടഞ്ഞു താഴെ വീണു. ആ നിമിഷത്തിൽ അവളുടെ പ്രാണൻ അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. നോക്കുക, 23 വയസ്സാണുള്ളത്. സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുലീനതയുണ്ട്, കുലമഹിമയുണ്ട്. പക്ഷേ മരണത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന സഹോദര, നാളെ ഇവിടെ നിങ്ങൾ ഈ ടൗണിൽ വന്ന് നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നാളെ ഇവിടെ നിന്ന് ഇതുപോലൊന്ന് പ്രസംഗിക്കുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാനും നിങ്ങളും ക്ഷണഭങ്കുരരാണ്. അതുകൊണ്ടാണ് സിസ്റ്റർ മേരി ബെനീജ എന്ന് പറയുന്ന കവയത്രി ഇങ്ങനെ പാടിയത്: പ്രസിദ്ധനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോമി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, ഒരിക്കലും തിരിച്ചു വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം, സുഖം, യശസ്സും ആഭ്യജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്റെ യാത്രയിൽ. അകന്ത കൊണ്ടഴുക്കുപറ്റിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. പ്രസിദ്ധനായ സീസർ, പ്രഗത്ഭനായ ഹോമർ, സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ അമർന്നുപോയി ഈ കാലചക്രത്തിന്റെ വിഭ്രമത്തിൽ. പിന്നെ എന്താണ് എനിക്കും നിങ്ങൾക്കും ആശങ്ക? മറ്റൊന്നുമില്ല. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. ഇവിടെ നേടിയതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. സമ്പത്ത്, വിദ്യാഭ്യാസം, കുടുംബം, മഹിമ, സൗന്ദര്യമുള്ള ഭാര്യ, ഭർത്താവ്, ആമേൻ, ആരോഗ്യവാന്മാരായിരിക്കുന്ന മിടുക്കരായിരിക്കുന്ന മക്കൾ, എല്ലാവരെയും വിട്ട് ഇവിടുന്ന് തിരിച്ചുപോയേ പറ്റത്തുള്ളൂ. അതിന് പ്രായം വിഷയമല്ല, സമയം വിഷയമല്ല. പോയി വന്നാട്ടെ, ഞാൻ MBBS പഠിച്ചിരിക്കുക എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. MBBSകാരെയും മരണം കൊണ്ടുപോകുന്നുണ്ട്, IASകാരെ മരണം കൊണ്ടുപോകുന്നുണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ മരണം കൊണ്ടുപോകുന്നുണ്ട്. KM ചെറിയാൻ ഈ കേരളത്തിൽ അനേകരുടെ ഹൃദയം മാറ്റിവെച്ച ഒരു മനുഷ്യനാ, അനേകരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യരാ. പക്ഷേ തനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു നിമിഷം തനിക്ക് ആയുസ് ഊട്ടിയെടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ മാസം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി. അങ്ങനെ എത്ര എത്ര പ്രിയപ്പെട്ടവർ. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കാം എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് മരിക്കില്ലെന്ന്. പ്രായം വിഷയമല്ല. എപ്പോഴാണ് മരണം നിന്നെ സന്ധിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. മരണം സുനിശ്ചിതമാണ്, സമയം നിശ്ചിതമല്ല. ആയതുകൊണ്ട് ഇതാകുന്നു നിനക്ക് ലഭിക്കുന്ന സമയം, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. മാനസാന്തരപ്പെടുക, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ കഴിക്കും? സ്വർഗത്തിലോ നിത്യനരകത്തിലോ? ദൈവവചനം നിത്യമായ രണ്ടെണ്ണത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ഒന്ന് നിത്യമായ ജീവൻ, രണ്ട് നിത്യമായ മരണം അഥവാ നിത്യമായ നാശം, നിത്യമായ നരകം. നിനക്ക് സ്വർഗത്തിൽ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു, നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലര് പറയും സ്വർഗമോ നരകമോ ആർക്കറിയാം, നിങ്ങൾ പോയി കണ്ടിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. ഇല്ല, ഞങ്ങൾ പോയി കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ പഠിക്കുന്ന ഗ്രന്ഥം ഞങ്ങളോട് പറയുന്നു. ഈ ഗ്രന്ഥം മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നു മനുഷ്യന്റെ പ്രവൃത്തിക്ക് അടുത്തതായി ഒരു സ്വർഗമുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തിക്ക് അടുത്തതായി ഒരു നരകമുണ്ട്. ഇന്ന് ചിലര് വിചാരിക്കുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതാണ്. ചിലർ പറയുന്നത് എനിക്ക് ലഭിക്കുന്ന ഒരു ആയുസേ ഉള്ളൂ, ആയതുകൊണ്ട് മാക്സിമം സുഖിക്കണം, മാക്സിമം എൻജോയ് ചെയ്യണം. മരണത്തിനപ്പുറം എന്ത് നടന്നാൽ എനിക്കെന്താന്ന്? എന്റെ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ ലോകത്തിന്റെ എല്ലാ ധാടിമോടികളും വെറുത്ത് ജീവിക്കുന്നു. മരണത്തിനപ്പുറം ഈ പറയുന്നതൊന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. പക്ഷേ
ഈ പറയുന്ന സ്വർഗമുണ്ടെങ്കിൽ, ഈ പറയുന്ന നരകമുണ്ടെങ്കിൽ, ഇവിടെ ജീവിക്കുന്ന ജീവിതത്തിന് അടുത്തവണ്ണം മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊത്തവണ്ണമേ അത് ലഭിക്കത്തുള്ളൂ എങ്കിൽ മരണത്തിനപ്പുറം തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്. ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അവൻ ദിനം അവൻ തിന്ന് സുഖിച്ച് ഭോഗിച്ച് ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് സുഖലോലുപനായി ജീവിച്ചു. അവൻ മരിച്ചു. അവൻ യാതനാസ്ഥലത്ത് നരകത്തിൽ പോയി. എന്നാൽ അവന്റെ പടിവാതിൽക്കൽ ഒരു ദരിദ്രൻ കിടന്നിരുന്നു, ലാസർ. അവനും മരിച്ചു. അവനെ സ്വർഗീയ ദൂതന്മാർ, മാലാഖമാർ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ ധനവാനായ മനുഷ്യൻ അവിടെ നിന്നൊന്ന് മടങ്ങി വരാൻ ആഗ്രഹിച്ചു. അവന് സാധിച്ചില്ല. ഒരിറ്റു വെള്ളം കൊണ്ട് ലാസറിന്റെ കൈ തൊട്ട് എന്റെ നാവ് തണുപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനും സാധിച്ചില്ല. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ലെങ്കിൽ എന്നേക്കാൾ മിടുക്കന്മാരായ മോശക്കാരന്മാരായ എന്റെ സഹോദരന്മാര് കിടപ്പുണ്ട്, അവരെ ഈ ലാസറിനെ അയച്ച് അവരോടൊന്ന് പറയണം, ഇങ്ങനെ ഒരു നരകമുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് പറയാൻ അവിടെ ഉപദേശിമാരുണ്ട്, അത് പറയാൻ അവിടെ പ്രവാചകന്മാരുണ്ട്, അത് പറയാൻ അവിടെ പ്രവാചകന്മാരുണ്ട്, മോശയുണ്ട്. അവർ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ നീ വന്നിടത്ത് തന്നെ അവരും വരട്ടെ എന്ന് പറഞ്ഞു. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് ഉപദേശിമാരുടെ പണിയാണ്, ഉപദേശിമാർക്ക് അമേരിക്കയിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ധൈര്യമായി പറയാം, ഇന്ന് വരെ $1 പോലും അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടില്ല. അമേരിക്കൻ ഡോളറിന്റെ ബലത്തിൽ നിന്നല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, അമേരിക്കയുടെ ബലത്തിൽ നിന്നല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളും നശിച്ചു പോകരുതെന്ന ഒറ്റ താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഞങ്ങൾ സുവിശേഷം പറയുന്നത്. ഒരു അമേരിക്കക്കാരന്റെയും ഡോളർ കൊണ്ടല്ല ഞങ്ങൾ സുവിശേഷം പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് പാഴാക്കി കളയരുത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് നിന്റെ ഐഹിക ജീവിതത്തിന് അനുസൃതമായിട്ടായിരിക്കും. അത് സ്വർഗത്തിൽ വേണോ നിത്യ നരകത്തിൽ വേണോ എന്ന് തീരുമാനിച്ചു കൊള്ളുക. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പാപജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിത്യജീവനെ അവകാശമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. വരിക. യേശു നിങ്ങളെ രക്ഷിക്കും, യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു നിങ്ങൾക്ക് സമാധാനം നൽകും, യേശു നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക്, യേശുവിന്റെ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുക. യേശു രാജാതിരാജാവായി വേഗം വരാൻ പോകുകയാണ്. ഈ ലോകത്തിൽ ഒരു അവസാനം ഉണ്ടാകും. ഈ രാജ്യം അവസാനിക്കും, ഈ ലോകം അവസാനിക്കും, ഭരണകൂടങ്ങൾ അവസാനിക്കും, രാജ്യവാഴ്ചകൾ അവസാനിക്കും. എന്നാൽ നിത്യമായ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ, നിത്യമായ ഒരു ഭരണം സ്ഥാപിക്കുവാൻ യേശു രാജാതിരാജാവായി വരാൻ പോകുകയാണ്. ഈ ലോകത്തിന്റെ സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്. ക്ഷാമങ്ങൾ, മഹാവ്യാധികൾ, ഭൂകമ്പങ്ങൾ എല്ലാം അത് വിളിച്ചറിയിക്കുകയാണ്. ആയതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നത്, യേശു വരാറായി, യേശു മടങ്ങി വരാൻ സമയമായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം, ഹിന്ദു ആയിരിക്കാം, മുസൽമാനായിരിക്കാം, ഒരു ജാതിയിലോ ഒരു മതത്തിലോ പെട്ട വ്യക്തിയല്ലായിരിക്കാം. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശു നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നവനാണ്. അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിപ്പാനിരിക്കുന്നുണ്ട്. അവന് യേശു എന്ന് പേരിടണം. ആ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൂടുതലായ സുവിശേഷ സത്യങ്ങൾ അറിയുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ, ഇവിടെ സമീപത്ത് ഉദിമൂട് റോഡിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനം നടത്തപ്പെടുന്നുണ്ട്. സുവിശേഷ സജ്ജനായ ഒരു സുവിശേഷ പ്രവർത്തകൻ കുടുംബമായി ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കോ കൗൺസിലിങ്ങിനോ മറ്റെന്ത് വിഷയത്തിനായാലും നിങ്ങൾ അവിടേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ സജി പാസ്റ്റർ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കാൻ കരുതിച്ച നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യമേറിയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കുമ്മാമ്പോയിക ഇറ്റൗണിൽ നിന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച വൻകുർബയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട നാശത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വിടുവിക്കുന്ന, പാപമോചനം നൽകുന്ന, രോഗസൗഖ്യം നൽകുന്ന, ശാപത്തെ നീക്കി രക്ഷിക്കുന്ന നസറേനായ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയല്ലോ. സകല പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ സകല ജനത്തെയും ഇവിടെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയത്ത് കർത്താവേ, ശക്തിവർദ്ധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച സകല ജനത്തെ
ഞങ്ങൾ അനുഗ്രഹിക്കുക. യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ, ലോകത്തിൽ കഴിയാത്ത സമാധാന സന്തോഷവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ജനത്തെ ഇവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം ഘോഷിപ്പാൻ ഞങ്ങളുടെ പ്രത്യേക ദൈവം സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒന്നുചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശനിവാസികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമാകണമേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലം പുതുതായിരിക്കുന്നു എന്ന് വചനം വായിക്കുന്നത് പോലെ പുതുതാക്കുന്ന ദൈവങ്ങളെ കേൾപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.